Good morning. Good morning, Miss. Good morning. Good morning, ma'am. Good morning. Okay, എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ നാട്ടില്? വെയിലോ? സ്കൂള് തുറന്നപ്പോ മഴ പോയി. സ്കൂൾ തുറന്നപ്പോ മഴ പോയില്ലേ? ഓക്കെ, ഇവിടെ നല്ല മഴയായിരുന്നു കാലത്ത്. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു, പക്ഷെ മഴയാണ്. Yes, ma'am. കുറവുണ്ടല്ലേ? മക്കളൊക്കെ സ്കൂളിൽ പോയല്ലേ? എല്ലാവരും സേഫ് അല്ലേ? Safe ആണ്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഏതൊക്കെയായിരുന്നു? ഇതേപോലത്തെ നാമിന്റെ ഹിസ്റ്ററി കഴിഞ്ഞു. നെക്സ്റ്റ് പേജ് എടുത്തു അല്ലേ? അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് ആണ് നമ്മൾ നോക്കിയത് അല്ലേ? റിവൈസ് ചെയ്യാമോ? എന്തായിരുന്നു ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്? As the demand for accreditation grew, the Joint Commission International Accreditation was established for this purpose in the USA in the year 1998. അക്രഡിറ്റേഷനുമായുള്ള ആവശ്യം വർദ്ധിച്ചതോടെ വർദ്ധിച്ചതോടെ 1998 US അതിന്റെ ആവശ്യത്തിനായിട്ട് JCI സ്ഥാപിതമായി. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് സെന്റൻസ് എന്താ പറഞ്ഞേ? The JCI accreditation standards are based on consensus standards developed by healthcare professionals from many countries. പല രാജ്യങ്ങളിലെയും ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ വികസിപ്പിച്ചെടുത്ത ഒരു സമവായ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് JCI അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങൾ. പല രാജ്യങ്ങളിലെയും ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ ഒരുമിച്ച് കൂടി വികസിപ്പിച്ചെടുത്തൊരു മാനദണ്ഡങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് JCI അക്രഡിറ്റേഷൻ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഓക്കെ, 103 കേട്ടോ, 103. അതുപോലെ തന്നെ എന്താണ് പഠിച്ചത് നമ്മള്? An international body known as the International Society for Quality in Health Care അല്ലെ, ISQUA, was then established as an umbrella organization to provide approval for other accreditation bodies. മറ്റ് അക്രഡിറ്റേഷൻ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നതിനായിട്ട് സ്ഥാപിതമായതാണ് ഇത് ISQUA, International Society for Quality in Health Care. എന്താ പറഞ്ഞത് നമ്മള്? In 1999, they launched a program called Agenda for Leadership in Program in Health Care Accreditation, which provides service to various national accreditation bodies to provide and administer standards for healthcare according to international standards. 1999 അവര് ഹെൽത്ത് കെയർ അക്രഡിറ്റേഷനില് പ്രോഗ്രാമില് നേതൃത്വത്തിനായിട്ടുള്ള ഒരു അജണ്ട എന്ന പ്രോഗ്രാം എന്ത് ചെയ്തു? ആരംഭിച്ചു അല്ലെ? അജണ്ട എന്ന പരിപാടി ആരംഭിച്ചു. ഒരു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് നൽകുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സേവനങ്ങൾ അതിൽ നൽകുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇത്ര വരെയാണ് നമ്മൾ എടുത്തത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങി എടുക്കാം. In India, a NAMP system was established in 2006. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. In India, the NAMP system was established in 2006. 2006. As the constituent board of QCI to establish and operate an accreditation program for healthcare organizations. ഇന്ത്യയില് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കായി ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം സ്ഥാപിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായിട്ട്
QCIയുടെ ഒരു സംഘടനാ ബോർഡായിട്ട് 2006 NABH അല്ലെ നാബ് സ്ഥാപിതമായി. ഇവിടെ പറയാം, ഇന്ത്യയില് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം സ്ഥാപിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായിട്ട് QCIയുടെ ഒരു സംഘടനാ ബോർഡായിട്ട് 2006 നാബ് സ്ഥാപിതമായി. The purpose of NAB was to design and monitor healthcare standards for hospital and healthcare providers in accordance with the international standards. എന്താ പറയുന്നത്? എന്താ പറഞ്ഞത്? പർപ്പസ് അല്ലെ, പർപ്പസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. The purpose of NAB was to design and monitor healthcare standards for hospital and healthcare providers in accordance with the international standards. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ആശുപത്രികൾക്കും ആരോഗ്യ സംരക്ഷണ ദാതാക്കൾക്ക്, ആരോഗ്യ സംരക്ഷണ ദാതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അവർക്കും ആരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങള് രൂപകൽപ്പന ചെയ്യുന്നതിനും അല്ലെങ്കിൽ ചെയ്യുകയും ആരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങള് രൂപകൽപ്പന ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു നാബിന്റെ ലക്ഷ്യം. ഓക്കെ, നാബിന്റെ പർപ്പസ്, അതിന്റെ ലക്ഷ്യം എന്താണ്? നാബ് ഇതിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. വാസ് ടു ഡിസൈൻ ആൻഡ് മോണിറ്റർ health care standards for hospital and health care providers in accordance with the international standards. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ആശുപത്രികൾക്കും ആരോഗ്യ സംരക്ഷണ ദാതാക്കൾക്കും ആരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾക്കും അതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും വേണ്ടിയിട്ട് ഈ ആരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങളെ സ്റ്റാൻഡേർഡ്സ്, ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് രൂപകൽപ്പന ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു നാബിന്റെ പർപ്പസ്, ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? The first edition of standards was released in 2006 and revised every 3 years. എന്താണ് പറയുന്നത്? മാനദണ്ഡങ്ങളുടെ ആദ്യ പതിപ്പ് അല്ലെ, മാനദണ്ഡങ്ങൾ സ്റ്റാൻഡേർഡ്സിന്റെ ആദ്യ പതിപ്പ് എപ്പോഴാണ് വന്നത്, പുറത്തിറങ്ങിയത്? 2006 2006 റിലീസ് ചെയ്തത്, പുറത്തിറക്കിയത്. ഓരോ 3 വർഷത്തിലും അതെന്ത് ചെയ്യുന്നുണ്ട്? റിവൈസ് അല്ലെ, പരിഷ്കരിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് എഡിഷൻ സ്റ്റാൻഡേർഡ്സിന്റെ ഫസ്റ്റ് എഡിഷൻ വന്നത് അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് എഡിഷൻ സ്റ്റാൻഡേർഡ്സ് വാസ് റിലീസ്ഡ്. എന്നാണ് റിലീസ് ചെയ്തിരിക്കുന്നത്? 2006 പിന്നീട് ഓരോ 3 വർഷം കൂടുന്തോറും അത് പരിഷ്കരിക്കുന്നുണ്ട്. Currently, the 4th edition of NAB standards released in December 2015. എന്താണ് പറയുന്നത്? കറൻലി അല്ലെ, നിലവില് നാബിന്റെ മാനദണ്ഡങ്ങള് സ്റ്റാൻഡേർഡ്സ് 4ാമത്തെ പതിപ്പ് 2015 ഡിസംബറിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കറൻലി ആയിട്ട് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് 4th എഡിഷൻ റിലീസ് ചെയ്തത് എന്നാണ്? 2015 ഡിസംബറിലാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ പാരഗ്രാഫിൽ എന്താ നമ്മൾ പറഞ്ഞത്? നാബ് അല്ലെ, നാബ് അല്ലെങ്കിൽ ഇന്ത്യയില് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കായിട്ട് ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം സ്ഥാപിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായിട്ട് QCIയുടെ ഒരു സംഘടനാ ബോർഡായി 2006 നാബ് സ്ഥാപിതമായിട്ടുണ്ട്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ആശുപത്രികൾക്കും ആരോഗ്യ സംരക്ഷണ ദാതാക്കൾക്കും ആരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങള് രൂപകൽപ്പന ചെയ്യുകയും
അതുപോലെ എന്താണ് നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു നാബിന്റെ പർപ്പസ്, നാബിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി എന്താ പഠിച്ചത്? മാനദണ്ഡങ്ങളുടെ ആദ്യ പതിപ്പ് അല്ലെ, സ്റ്റാൻഡേർഡ്സിന്റെ ആദ്യ പതിപ്പ് 2006 പുറത്തിറങ്ങിയത്. ഇനി ഓരോ 3 years കൂടുന്തോറും അതെന്ത് ചെയ്യുന്നത്? 3 years കഴിയുമ്പോഴും അല്ലെ, 3 years ഓരോ 3 വർഷങ്ങൾ ആകുന്തോറും അതെന്ത് ചെയ്യുന്നുണ്ട്? പരിഷ്കരിക്കുന്നുണ്ട്. 3 വർഷം കഴിയുമ്പോഴും ആ ഇതിന്റെ സ്റ്റാൻഡേർഡ്സിന്റെ ഇത് പരിഷ്കരിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ്സ് പരിഷ്കരിക്കുന്നുണ്ട്. ഇനി കറന്റ്ലി ഇപ്പോ എങ്ങനെയാണ്? നിലവിൽ എന്താണ്? നിലവില് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെ, നാബിന്റെ മാനദണ്ഡങ്ങളുടെ 4ാമത്തെ പതിപ്പ് ഡിസംബർ 2015 പുറത്തിറക്കിയത്. ഓക്കെ, ഇത്ര മാത്രം. ഒന്ന് ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വർഷം, അതുപോലെ തന്നെ എവറി 3 years എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അതുപോലെ കറന്റ്ലി 4ാമത്തെ എഡിഷൻ, സ്റ്റാൻഡേർഡ്സിന്റെ 4ാമത്തെ എഡിഷൻ പുറത്തിറക്കിയത്, അത് ഓർത്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ പാരഗ്രാഫ്? നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, NAB is an institutional member of the Accreditation Council of ISQA. മാർക്ക് ചെയ്ത് വെച്ചേ. NAB is an institutional member of Accreditation Council of ISQA. ISQA-യുടെ അക്രഡിറ്റേഷൻ കൗൺസിലിലെ ഒരു സ്ഥാപന അംഗമാണ്. ആര്? മെമ്പറാണ് അല്ലെ. അക്രഡിറ്റേഷൻ കൗൺസിലിലെ ഒരു സ്ഥാപന മെമ്പർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പറാണ് നാബ്. ISQA-യുടെ അക്രഡിറ്റേഷൻ കൗൺസിലിലെ ഒരു സ്ഥാപന അംഗമാണ് നാബ്. The standards set by NAB has been accredited and approved by ISQA. NAB നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള് ആരാണ് അംഗീകരിച്ചിട്ടുള്ളത്? ISQA ആണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്, അംഗീകരിച്ചിട്ടുള്ളത്. നാബിന്റെ മാനദണ്ഡങ്ങൾ അല്ലെ, നാബിന്റെ സ്റ്റാൻഡേർഡ്സുകള് ISQA ആണ് അംഗീകരിച്ചിട്ടുള്ളത്, അപ്രൂവ് ചെയ്തിട്ടുള്ളത്. This means that NAB standards are an element with a global benchmark set by ISQA. എന്താ പറയുന്നത്? ഇതിനർത്ഥം എന്താണ്? This means അല്ലെ, ഇതിനർത്ഥം എന്താണ്? നാബ് മാനദണ്ഡങ്ങള് ISQA നിശ്ചയിച്ചിട്ടുള്ള ആഗോള മാനദണ്ഡങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്നതാണ്. ഓക്കെ, നമുക്ക് പറയാം, നാബ് മാനദണ്ഡങ്ങള് ISQA നിശ്ചയിച്ചിട്ടുള്ള ആഗോള മാനദണ്ഡങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്നതാണ് ഇതിനർത്ഥം. അപ്പോ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ISQA അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? എന്താ പറയുന്നത്? നാബിന്റെ മാനദണ്ഡങ്ങള് ISQA നിശ്ചയിച്ച ആഗോള മാനദണ്ഡങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്നതാണ് ഇതിനർത്ഥം. ഇനി എന്താണ്? Thus, international recognition can be achieved through accreditation of hospital by NAB. അങ്ങനെ നാബിന് ആശുപത്രികളുടെ അക്രഡിറ്റേഷൻ വഴി അന്താരാഷ്ട്ര അംഗീകാരം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, the international recognition can be achieved through accreditation of hospitals by NAB. എന്താണ്? നാബിന് ആശുപത്രികളുടെ അക്രഡിറ്റേഷൻ വഴി അന്താരാഷ്ട്ര അംഗീകാരം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഒന്ന് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. NAB is an institutional member of Accreditation Council of QC ISQA. Okay.
ISQA. ഓക്കെ, ഇത്രേ ഉള്ളൂ ആ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ പാരഗ്രാഫ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെന്റൻസ് ആണ്, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്മള് ഈ ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്, ലാബിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. സ്റ്റാൻഡേർഡ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. കുഴപ്പമില്ല കേട്ടോ, ഈ ഭാഗം തൊട്ട് സിമ്പിൾ ആണ്, ബോറടിക്കില്ല. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് നോക്കാം നമുക്ക്. സ്റ്റാൻഡേർഡ്സ് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ എടുത്ത് മറിച്ച് നോക്കേണ്ടി വരുമോ? ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സ്റ്റാൻഡേർഡ്സ്. The hospital accreditation program assesses the quality and operational system which are in place within the facility. Hospital accreditation program assessed by the quality and operational system which are in the place within the facility. ആശുപത്രികള് അതുപോലെ തന്നെ ഒരു ഫെസിലിറ്റിക്കുള്ളില്, അല്ലെങ്കിൽ നമുക്ക് പറയാം ആശുപത്രിക്കുള്ളില് എന്താണ് ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെ ആശുപത്രികൾക്കുള്ളിലൊക്കെ കൊടുക്കുന്ന ഒരു കെയർ അല്ലെങ്കിൽ ഗുണനിലവാരം അതുപോലെ തന്നെ പ്രവർത്തന സംവിധാനങ്ങളെയൊക്കെയാണ് ഈ സ്റ്റാൻഡേർഡ്സിലൂടെ നമ്മൾ വിലയിരുത്തുന്നത്. ഓക്കെ, ക്വാളിറ്റി അതുപോലെ തന്നെ ഓപ്പറേഷണൽ സിസ്റ്റംസിനെയൊക്കെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട് അക്രഡിറ്റേഷൻ പ്രോഗ്രാം വഴി. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ പ്രോഗ്രാമിൽ എന്താണ് വിലയിരുത്തുന്നത്? ക്വാളിറ്റി അതുപോലെ തന്നെ അതുമായിട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഓപ്പറേഷണൽ സിസ്റ്റംസ്, ഓപ്പറേഷണലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ വിലയിരുത്തുന്നുണ്ട്. ഇനി എന്താണ്? അക്രഡിറ്റേഷൻ ഇൻക്ലൂഡ്സ് ദ കംപ്ലൈന്റ്സ് with the NAB standards, applicable law and regulations. NAB മാനദണ്ഡങ്ങള് അതുപോലെ തന്നെ എന്താണ് ഈ ബാധകമായിട്ടുള്ള നിയമങ്ങൾ അല്ലെ, നിയമങ്ങൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ്, അതാണ് ബാധകമായ നിയമങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ബാധകമായ നിയമങ്ങള്, ചട്ടങ്ങള് എന്നിവ പാലിക്കല് അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് അല്ലെ, ബാധകമായിട്ടുള്ള നിയമങ്ങള്, മാനദണ്ഡങ്ങള്, ചട്ടങ്ങള് എന്നിവ പാലിക്കല് അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. NAB standards for hospital are prepared by the technical committee constituted by NAB that has the eminent person. Eminent എന്ന് പറഞ്ഞാല് പ്രമുഖ, ഓക്കെ, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ പറയാം കേട്ടോ. പ്രമുഖ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ eminent person from clinical, nursing and medical administration areas. ക്ലിനിക്കല് അതുപോലെ തന്നെ നഴ്സിംഗ് അതുപോലെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടുന്ന നാബ് രൂപീകരിച്ച സാങ്കേതിക സമിതിയാണ് ആശുപത്രികൾക്കുള്ള നാബ് മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നത്. ഓക്കെ, ആശുപത്രികൾക്കുള്ള നാബിന്റെ സ്റ്റാൻഡേർഡ്സ് തയ്യാറാക്കുന്നത് ആരാണ്? ക്ലിനിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവര്, അതുപോലെ നഴ്സിംഗ് സ്റ്റാഫുകള്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇവരൊക്കെയാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട നാബ് സ്റ്റാൻഡേർഡ്സ് തയ്യാറാക്കുന്നത്. The accreditation standard take into consideration the requirements for the various laws and regulations and guidelines set by the government from time to time. അപ്പോ വിവിധ നിയമങ്ങളുടെയും അതുപോലെ തന്നെ ചട്ടങ്ങളുടെയും ആവശ്യകതകളും സർക്കാർ കാലാകാലയളവില് നിശ്ചയിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങള് കണക്കിലെടുക്കുന്നുണ്ട്. വിവിധ നിയമങ്ങളുണ്ട്, ചട്ടങ്ങള്, ആവശ്യകതകള്, അതുപോലെ സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന
മാർഗനിർദ്ദേശങ്ങളും ഈ അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട്. NAAC സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 ചാപ്റ്റേഴ്സ്. നമ്മൾ പഠിച്ചില്ലേ NAACന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10. എന്താണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്? ഉറങ്ങിയോ എല്ലാവരും? ഓക്കെ, NAACന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 അല്ലെ? 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇൻകോർപ്പറേറ്റിംഗ് 100 എന്താണ് സ്റ്റാൻഡേർഡ്സ് ആണുള്ളത് അല്ലെ? 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട് അല്ലെ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഓക്കെ, ഈ വർഷങ്ങളിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട് അല്ലെ? ടോട്ടൽ ആണ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഇനി അതില് 102 102 എന്താണ്? ഈ ആർ ഇൻ കോർന്ന് അവിടെ നിന്ന് എഴുതി കൊടുക്കുക കേട്ടോ, അവിടെ വിട്ടുപോയിട്ടുണ്ട്. 102 എണ്ണം കോർ കാറ്റഗറി ആണ്. ആർ ഇൻ കോർ കാറ്റഗറി which are mandatory assessed during each assessment. കോർ കാറ്റഗറി എന്ന് പറഞ്ഞാല് 551 എണ്ണത്തില് 102 എണ്ണം എന്ന് പറയുന്നത് കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ? ഓരോ അസസ്മെന്റ് കഴിയുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ് ആണ് എന്ത്? കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. മനസ്സിലായോ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ഡിപ്ലോമയിൽ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഓരോ അസസ്മെന്റ് കഴിയുമ്പോഴും അല്ലെങ്കിൽ നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നമ്മൾ നോക്കേണ്ട എലമെന്റ്സ് ആണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. ഇനി 459 are in commitment category which will be assessed during final assessment അല്ലെ? എന്താണ്? 459 എണ്ണം. ഓക്കെ, 651 459 എണ്ണം ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട്? കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിച്ച് വിൽ ബി അസസ്ഡ് ഡ്യൂറിങ് ഫൈനൽ അസസ്മെന്റ്. അന്തിമ സമയത്ത്, ഫൈനൽ അസസ്മെന്റ് അല്ലെ, അന്തിമ സമയത്ത് മാത്രം വിലയിരുത്തേണ്ട എലമെന്റ്സ് ആണ് എന്ത്? 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഫൈനൽ അസസ്മെന്റ് മാത്രം വിലയിരുത്തേണ്ട, ഫൈനൽ അസസ്മെന്റിന് മാത്രം വിലയിരുത്തേണ്ട എലമെന്റ്സ് ആണ്. ഓക്കെ, ഇനി 60 എണ്ണം നോക്കിയേ. And 60 are in achievement category which will be assessed during surveillance assessment. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ഈ 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് എന്താണ്? നിരീക്ഷണ മൂല്യനിർണയ വേളകളില് ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. മനസ്സിലായോ? നിരീക്ഷണ മൂല്യനിർണയ വേളകളില് ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് എന്തിന് വരുന്നത്? അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, സർവീലിയൻസ് എന്ന് പറഞ്ഞാല് മേൽനോട്ടം. ഓക്കെ, മേൽനോട്ടം, ഇതിന്റെ മീനിങ് ആണ് മേൽനോട്ടം. നിരീക്ഷണ മൂല്യനിർണയ വേളകളിൽ ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് 60 എണ്ണം അല്ലെ? ഏതൊക്കെയാണ് 60 എണ്ണത്തിൽ വരുന്നത്? അതിന്റെ കാറ്റഗറി ഏതാണ്? അച്ചീവ്മെന്റ് കാറ്റഗറിയാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് 30 are in excellence category which will be assessed during re-accreditation. 30 എണ്ണം അതെന്തിലാ വരുന്നത്? എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. ഓരോ കാറ്റഗറീസും ഏതൊക്കെ കാറ്റഗറി ആണെന്നുള്ളതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കാം. ഏതൊക്കെ കാറ്റഗറിയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് പോകരുത്. 60 എണ്ണം ഏതാണ്? അച്ചീവ്മെന്റ് കാറ്റഗറി ആണ്. 30 എണ്ണം എക്സലൻസ് കാറ്റഗറി ആണ്. 102 എണ്ണം എന്താണ്? കോർ കാറ്റഗറി. 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി ആണ്. ഓക്കെ, 30 എണ്ണം എന്താണ്? 30 are excellence category which will be assessed during re-accreditation. ഇനി re-accreditation സമയത്ത് മാത്രം
വിലയിരുത്തേണ്ട അസസ് ചെയ്യേണ്ട എലമെന്റ് ആണ് എന്ത് എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, കിട്ടിയോ? നമ്മള് കഴിഞ്ഞ ഡിപ്ലോമയിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെ? അപ്പൊ ഒന്നുകൂടി പറയാം. സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ 100 എന്തുണ്ട്? 100 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട് അല്ലെ? അതിനകത്ത് 102 എന്താണ്? കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. കോർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ് ആണ് കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി അതുപോലെ തന്നെ 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലെ 459 എലമെന്റ്സ് ആണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലുള്ളത്. കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തിമ സമയത്ത് മാത്രം വിലയിരുത്തുന്നത്. ഫൈനൽ അസസ്മെന്റിന് മാത്രം അന്തിമ സമയത്ത് മാത്രം വിലയിരുത്തേണ്ട എലമെന്റ്സ് ആണ് 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഇനി 60 എണ്ണം ഏതാണ് വരുന്നത്? അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? ഓക്കെ, അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷണ മൂല്യനിർണയ വേളകളില് ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സിനെയാണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിരീക്ഷണ മൂല്യനിർണയ വേളകളില് ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ്. ഓക്കെ, ഇനി 30 ലാസ്റ്റ് 30 എലമെന്റ്സ് ഇതിൽ വരുന്നുണ്ട്. എക്സലൻസ് കാറ്റഗറിയിൽ വരുന്നുണ്ട് അല്ലെ? ഓക്കെ, എക്സലൻസ് കാറ്റഗറി which will be assessed during re-accreditation. Re-accreditation സമയത്ത് മാത്രം അസസ് ചെയ്യേണ്ട വിലയിരുത്തേണ്ട എലമെന്റ്സ് ആണ് എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, എന്നാ വായിച്ചു നോക്കിയാൽ പാരഗ്രാഫ് ഒന്ന് വായിക്കാം കേട്ടോ. ക്ലിയർ ആണോ? പാരഗ്രാഫ് കാറ്റഗറീസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, the NAAP standards for the edition standards are documented in 10 chapters which are as follows. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നാബിന്റെ സ്റ്റാൻഡേർഡ്സ് 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡ്സും ഓർഗനൈസേഷൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്സും. ഓക്കെ, ടോട്ടല് പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡ്സിന് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്.
ഓർഗനൈസേഷൻ സെന്റർ സ്റ്റാൻഡേർഡ്സിന് 5 ചാപ്റ്റേഴ്സ്, അങ്ങനെ ടോട്ടൽ കൊടുക്കുമ്പോൾ ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. ഒന്ന് നോക്കാം കേട്ടോ. ഫോം ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് കൊണ്ട് ഞാനിത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണേ കേട്ടോ. ഓക്കെ, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. ഫുൾ ഫോം ചോദിക്കാം കേട്ടോ, ഓരോന്ന് പഠിച്ചു വെക്കാം. അതുപോലെ എന്താണ് COP, കെയർ ഓഫ് പേഷ്യന്റ്. ആ പേഷ്യന്റ് എന്നുള്ളത് ചെറിയ അക്ഷരം മതി കേട്ടോ, സ്മോൾ ലെറ്റർ ആക്കാം. കെയർ ഓഫ് പേഷ്യൻസ്. അതുപോലെ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM. PRE, patient rights and education, patient rights and education. HIC, hospital infection control, hospital infection control. ഇനി എന്താണ് PSQ എന്ന് പറഞ്ഞാൽ patient safety and quality improvement. ROM, responsibility of management. FMS, facility management and safety. HRM, human resource management. IMS, information management system. ഇത്തരം കാര്യങ്ങളാണ് ചാപ്റ്റേഴ്സിൽ വരുന്നത്. പറഞ്ഞില്ലേ സെന്റൻസ് നോക്കിയിട്ട് കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ് പേഷ്യന്റ് സെന്റേർഡ് ചാപ്റ്റേഴ്സ്. അതുപോലെ റിമൈനിങ് 5 ചാപ്റ്റേഴ്സ് ആർ ഓൾസോ സെന്റേർഡ് ചാപ്റ്റേഴ്സ്. നമ്മൾ പറഞ്ഞതാണ് നാവിന്റെ സ്റ്റാൻഡേർഡ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്നും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്നും. പേഷ്യന്റ് സെന്റേർഡിൽ 5 എണ്ണം, ബാക്കിയുള്ള 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അങ്ങനെ വരുന്ന ടോട്ടല് 5 5 10 ടോട്ടൽ ചാപ്റ്റേഴ്സ് ആണ് 10. ക്ലിയർ ആയില്ലേ? ഇതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ, ചിലപ്പോ ചോദിക്കാം. COP എന്താണ്, AAC എന്താണ്, എക്സ്പാൻഡ് AAC. ഫോം എഴുതാനായിട്ട് നമുക്ക് കിട്ടണം. ഒന്ന് ഓർത്ത് വെക്കാം ഏതൊക്കെയാണെന്നുള്ളത്. കോഡ് വെച്ചോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ പഠിക്കാം ഓരോന്നും. ജസ്റ്റ് ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, പഠിക്കാനൊന്നുമില്ല. ഇത് ചാപ്റ്റേഴ്സ് ആണ് അല്ലെ, പേഷ്യന്റ് സെന്റേർഡ് ചാപ്റ്റേഴ്സ് ആണ് 5 എണ്ണം കൊടുത്തിരിക്കുന്നത്. ഓർഗനൈസേഷൻ സെന്റേർഡ് ചാപ്റ്റേഴ്സ് ഉണ്ട് 5 എണ്ണം. ഓക്കെ, അതിന്റെ ടോട്ടൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൈറ്റില് നമ്മൾ പഠിച്ചില്ലേ, AAC, COP. ഓക്കെ, ഫസ്റ്റ് 5 എണ്ണം വരുന്നത് പേഷ്യന്റ് സെന്റേർഡ്, ബാക്കിയുള്ള 5 എണ്ണം വരുന്നത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇനി അതിന്റെ സ്റ്റാൻഡേർഡ്സുകൾ എത്ര എണ്ണമാണ്? AAC-യില് 14 എണ്ണം. അതിന്റെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത് 96. അതുപോലെ COP-യുടെ 22 സ്റ്റാൻഡേർഡ്സും 151 എണ്ണം ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ്. MOM-ന്റെ 13 സ്റ്റാൻഡേർഡ്സും 76 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അതുപോലെ PRE-യുടെ 8 സ്റ്റാൻഡേർഡ്സും 54 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. HIC-യുടെ 9 സ്റ്റാൻഡേർഡ്സും ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 54-മാണ്. ഇനി നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ചാപ്റ്റർ 6 ഏതാണ് വരുന്നത്? CQI, 9 സ്റ്റാൻഡേർഡ്സും 59 ഒബ്ജക്റ്റീവ് എലമെന്റ്സും വരുന്നുണ്ട്. ROM 8 സ്റ്റാൻഡേർഡ്സും 39 ഒബ്ജക്റ്റീവ് എലമെന്റ്സും വരുന്നുണ്ട്. FMS 7 സ്റ്റാൻഡേർഡ്സും 56 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. HRM 10 സ്റ്റാൻഡേർഡ്സും 53 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നുണ്ട്. IMS സ്റ്റാൻഡേർഡ്സ് 7, അത് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നത് 45. ടോട്ടൽ ആണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്നുമില്ല, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അറിയാലോ. പിന്നെ ഈ AAC-യുടെ 14 സ്റ്റാൻഡേർഡ്സ് അല്ല, ഇനി സ്റ്റാൻഡേർഡ്സിന് മെഷർ ചെയ്യുന്നതാണ് എന്ത്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. 96 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. സ്റ്റാൻഡേർഡ്സിനെ മെഷർ ചെയ്യുന്നതാണ് എന്ത്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. വ്യത്യാസം ഉണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്?
ഓക്കെ കേട്ടോ. അത് പ്രിന്റിംഗ് ഇതാണ്. ഓക്കെ ഓക്കെ ചേർക്കാം കേട്ടോ. അവിടെ തെറ്റി വന്നതാണ് കേട്ടോ. ഒന്നും ചേർത്ത് കൊടുക്കാം. PSQ കേട്ടോ. ബാക്കിയൊക്കെ കറക്റ്റ് അല്ലേ? PSQ എന്നാക്കാം കേട്ടോ. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് കേട്ടോ, സോറി. ചാപ്റ്റർ 6 PSQ അവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ CQI എന്നുള്ളത് കിട്ടിയിട്ട് PSQ എന്നാക്കാം. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ഇല്ല ടോട്ടല് ചേഞ്ചസ് ഉണ്ടാവില്ല. അവിടെ റേഞ്ച് മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. അത് മാത്രമൊന്ന് ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ബാക്കി കുഴപ്പമുണ്ടാവില്ല, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്നും ക്വസ്റ്റ്യൻ വരില്ല. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ പോലെ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പേഷ്യൻസ് എന്നതിലുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഓർഗനൈസേഷൻസ് എന്നതിലുള്ളത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ബാക്കി നമ്മള് പഠിച്ചില്ലേ ഈ എലമെന്റ്സ്, കോർ സ്റ്റാൻഡേർഡ്സ്, കോർ കാറ്റഗറിയിൽ വരുന്നത്, അതുപോലെ കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്, അതിന്റെ നമ്പേഴ്സ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ബാക്കി നമ്പേഴ്സ് ഒന്നും തലകുത്തി മറിഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ചാപ്റ്റർ 6 ഇവിടെ CQI എന്നുള്ളത് കിട്ടിയിട്ട് PSQ എന്നാക്കാം. ഇത് മാത്രം ഒന്ന് തിരിക്കാൻ മതി. ഓക്കെ ആണോ? തിരുത്തിയോ എല്ലാവരും? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, a standard is a statement of expectation that explains the structures and process that must be substantially in place in an organization to enhance the quality of care. The standard is a statement of expectation that explains the structures and process that must be substantially in place in the organization to enhance the quality of care. എന്താ പറയുന്നത്? ഒരു ഓർഗനൈസേഷന്റെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷന് ധന്യമായി ഉണ്ടായിരിക്കേണ്ട അതിന്റെ ഘടന, അതുപോലെ തന്നെ എന്താണ് നടപടിക്രമങ്ങള് വിശദീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡിന്റെ ഡെഫിനേഷൻ പോലെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. എത്ര വരെ? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടേഷൻ അല്ലെ? എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ് that must be substantially എന്ന് പറഞ്ഞാൽ ധന്യമായ in place in the organization to enhance എന്ന് പറഞ്ഞാൽ എന്താണ്? വർദ്ധിപ്പിക്കുക അല്ലെ? ഇൻക്രീസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. enhance the quality of care. ഒരു ഓർഗനൈസേഷന്റെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷന് ധന്യമായി ഉണ്ടായിരിക്കേണ്ട അതിന്റെ ഘടന, അതുപോലെ എന്താണ് നടപടിക്രമങ്ങള് വിശദീകരിക്കുന്ന പ്രതീക്ഷയുടെ ഒരു പ്രസ്താവനയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കിട്ടിയോ? വളഞ്ഞു മൂക്ക് പിടിച്ചിരിക്കുന്നതാണ് അത്, പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്.
കൺസെപ്റ്റ് എഴുതാനായിട്ട്. ഒന്നുകൂടി പറയാം, ഒരു ഓർഗനൈസേഷന്റെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷന് ഉണ്ടായിരിക്കേണ്ട ഘടന അതുപോലെ നടപടിക്രമങ്ങള് വിശദീകരിക്കുന്ന ഒരു പ്രസ്താവന. ഇപ്പൊ മനസ്സിലായോ എന്താണെന്നുള്ളത്? സ്റ്റാൻഡേർഡ്. ഓക്കെ, ഓർഗനൈസേഷന്റെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കേണ്ട ഘടന നടപടിക്രമങ്ങള് വിശദീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റാൻഡേർഡ് എന്താണെന്ന് ചോദിക്കാം. ഫസ്റ്റ് സെന്റൻസ് മാർക്ക് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. A standard is a statement of expectation that explains the structure and process that must be substantially placed in organization to enhance the quality of care. ഓർഗനൈസേഷന്റെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷന് ഉണ്ടായിരിക്കേണ്ട ഘടന നടപടിക്രമങ്ങള് വിശദീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് സ്റ്റാൻഡേർഡ്. കിട്ടിയോ? അത് മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് എന്താണ് സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന്റെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷന് ഉണ്ടായിരിക്കേണ്ട അതിന്റെ ഘടന നടപടിക്രമങ്ങള് വിലയിരുത്തുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. Okay, an objective elements is that component of a standard which can be measured objectively on an rating scale. ഓരോ സ്റ്റാൻഡേർഡിനെയും മെഷർ ചെയ്തതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, നമ്മളിവിടെ കണ്ടു എന്താണ് AACയുടെ സ്റ്റാൻഡേർഡ് എന്താണ്? 14 ആണ് അല്ലെ. ഈ 14 സ്റ്റാൻഡേർഡും മെഷർ ചെയ്യുന്നത് എന്താണ്? 96 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെയാണ് അല്ലെ. ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെയാണ് സ്റ്റാൻഡേർഡ് മെഷർ ചെയ്യുന്നത്. അത്രമാത്രം ഒന്ന് മനസ്സിലാക്കാം. ഓരോ സ്റ്റാൻഡേർഡിനെയും മെഷർ ചെയ്യുന്നത് ഓരോ സ്റ്റാൻഡേർഡിനെയും മെഷർ ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. Acceptable complaints which the measurable element will determine the overall complaints with the standards. Measurable elements എന്താണ്? Okay. Sentence നോക്കാം. The acceptable complaints with the measurable element will determine the overall complaints with the standards. എന്താണ്? ഓരോ മെഷറബിൾ എലമെന്റ്സിനെയും പാലിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടോ എന്ന് അളക്കുന്നത്. ഓക്കെ, ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാനായിട്ട്, അതിന്റെ കൺസെപ്റ്റ് കിട്ടാനായിട്ട്. ഓരോ എലമെന്റ്സിനെയും ഓരോ മെഷറബിൾ എലമെന്റ്സിനെയും പാലിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടോ എന്ന് അളക്കുന്നത്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? മെഷറബിൾ എലമെന്റ്സ് സ്റ്റാൻഡേർഡ്സ് പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റാൻഡേർഡ്സ് ആണ് മെഷറബിൾ എലമെന്റ്സിനെ മെഷർ ചെയ്യുന്നത് അല്ലെ. ആണോ? ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ മെഷർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ സ്റ്റാൻഡേർഡ്സിനെ പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷറബിൾ എലമെന്റ്സിനെ നമ്മൾ പാലിക്കുന്നുണ്ട് ഇല്ലേ? ഇതാണ് അതിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. മെഷറബിൾ എലമെന്റ്സിനെ പാലിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ എന്നത് അളക്കുന്നത്. ഓക്കെ, രണ്ടും നമ്മള് സ്റ്റാൻഡേർഡ് പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷറബിൾ എലമെന്റ്സ് പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം മെഷറബിൾ എലമെന്റ്സ് പാലിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടോ എന്നത് അളക്കുന്നത്. ഓക്കെ,
ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ സ്റ്റാൻഡേർഡ് എന്നത് എന്താണ് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് എന്താണെന്നാണ് പറഞ്ഞത്? ഓർഗനൈസേഷന്റെ പരിചരണത്തിന്റെ, ഒരു ഓർഗനൈസേഷന്റെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കേണ്ട ഘടന, നടപടിക്രമങ്ങള് വിശദീകരിക്കുന്ന പ്രതീക്ഷയുടെ ഒരു പ്രസ്താവനയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത്രമാത്രം ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഓരോ സ്റ്റാൻഡേർഡിനെയും മെഷർ ചെയ്താണ് മെഷറബിൾ എലമെന്റ്സ്, സോറി ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഓക്കെ, മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്. ഓക്കെ, ഓരോ സ്റ്റാൻഡേർഡിനെയും മെഷർ ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ മെഷറബിൾ എലമെന്റ്സ് പാലിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ എന്നത് അളക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ACC അതിന്റെ ഫുൾ ഫോം ആണ് ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതുപോലെ COP കെയർ ഓഫ് പേഷ്യന്റ്, MOM മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, PRE പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, HIC ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, QI continuous quality management, ROM responsibility of management, FMS quality management and safety, HRM hospital human resource management, IMS information management system. കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതുവരെ ഒന്ന് വായിച്ചു നോക്കിയേ. സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് മനസ്സിലായോ? സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടോ? ഒന്നുകൂടി പറയണോ സ്റ്റാൻഡേർഡ് എന്താണെന്ന്? ഓക്കെ, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടേഷൻ that explains the structures and process that must be substantially in place in the organization to enhance the quality of care. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ പരിചരണത്തിന്റെ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷന് ഉണ്ടായിരിക്കേണ്ട ഘടന, അതുപോലെ അതിന്റെ നടപടിക്രമങ്ങള് വിശദീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓർഗനൈസേഷൻസ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾക്ക് നമ്മൾ പരിചരണം കൊടുക്കുന്നു അല്ലെ, അതുമായിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതുമായിട്ട് അതിന്റെ കെയർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കേണ്ട ഘടന, അതുപോലെ തന്നെ നടപടിക്രമങ്ങള് വിശദീകരിക്കുന്ന പ്രസ്താവനയുടെ അല്ലെങ്കിൽ പ്രസ്താവന, അതാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഈ പാരഗ്രാഫില് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം. അതുപോലെ ഈ ഫുൾ ഫോമുകൾ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അതുപോലെ ഫുൾ ഫോം നോക്കാം. നെക്സ്റ്റ് പേഷ്യന്റ് സെന്റേർഡ് ചാപ്റ്റേഴ്സ്, അതുപോലെ ഓർഗനൈസേഷൻ സെന്റേർഡ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഞ്ചെണ്ണം വെച്ചിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ലാബിന് 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ എന്താണ് പഠിച്ചത് നമ്മൾ? സ്റ്റാൻഡേർഡ്സ് 100 അല്ലെ, 100 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണുള്ളത്. ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 102 കോർ കാറ്റഗറി ആണ് വരുന്നത്. നോക്കാം, 102 എന്നുള്ളത് കോർ കാറ്റഗറി ഓർത്ത് വെക്കാം. അതുപോലെ എന്താ പഠിച്ചത്? 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. 60 അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു.
30 എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതൊന്നും ഓർത്ത് വെക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ഈ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞത്? നമ്മള് പർപ്പസ് നോക്കാം, ലാബിന്റെ പർപ്പസ്. അതുപോലെ സെക്കൻഡ് പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇന്ത്യയില് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായിട്ട് അക്രഡിറ്റേഷൻ പ്രോഗ്രാം സ്ഥാപിക്കുന്നതിന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് QIC-യുടെ ഒരു സംഘടന ബോർഡായിട്ട് 2006 എന്നുള്ളതും ഓർത്ത് വെക്കണേ. 2006 ലാബ് സ്ഥാപിതമായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ആദ്യ പതിപ്പ് ഇറങ്ങിയത് കേട്ടോ. ആദ്യ പതിപ്പ് ഇറങ്ങിയത് 2006 അതിനുശേഷം ഓരോ 3 years വർഷങ്ങൾ കൂടുന്തോറും അത് പരിഷ്കരിക്കുന്നുണ്ട്. അതുപോലെ കറന്റ്ലി 4th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് റിലീസ് ചെയ്തത് ഡിസംബർ 2015 അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ NAB is the institutional member of Accreditation Council of ISQA അതുകൂടി മാർക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ബാക്കിയുള്ളത് ഫോർത്ത് എഡിഷൻ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇത്രയും എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെ ആണ്. താങ്ക് യു.